dears, how are you? Today we are going to discussing about first chapter summary. Our first chapter is names and name. The main character named കുഞ്ഞിച്ചിരുത. നമ്മുടെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? കുഞ്ഞിച്ചിരുത എന്നാണല്ലേ. ഷീസ് എ യങ് ഗേൾ ഹു ഫേസസ് ചാലഞ്ചസ് ഡ്യൂ ടു ഹർ യുണീക്ക് നെയിം വിച്ച് അതേഴ്സ് ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. മറ്റുള്ളവർക്ക് അവളുടെ ആ ഒരു പേര് ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നാറല്ലേ പ്രൊനൗൺസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ അവൾ നേരിടുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ട് അവർ സമ്മറി. ഓൾ ആർ ലിസൺ ഹിയർ. കുഞ്ഞിച്ചിരുത, എ യങ് ഗേൾ ലിവിങ് ഇൻ ന്യൂ ജേഴ്സി, സ്റ്റാൻഡ്സ് അറ്റ് ഹർ ഗേറ്റ് വാച്ചിങ് ദ സ്ട്രീറ്റ് ആസ് വിൻ്റർ ആൻഡ് ഷീ റിഫ്ലെക്ട്സ് ഓൺ ഹൗ ദ ലെങ്ത് ഓഫ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഹാവ് ചേഞ്ച്ഡ് വിത്ത് ദ സീസൺസ്. Something that puzzled her after arriving in America in July. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ കുഞ്ഞിച്ചിരുത അവൾ എവിടെയാണ് താമസിക്കുന്നത്? ന്യൂജേഴ്സിയിൽ. ന്യൂജേഴ്സി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു പ്ലേസാണ്. അവൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്നില്ലേ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിൻ്റർ സീസണിൻ്റെ ആ ഒരു അവസാനം, അതായത് രാത്രിയുടെയും പകലൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന അതിൻ്റെ ആ ഒരു ദൈർഘ്യം അവളാകെ എന്താ ചെയ്യുന്നത്? പസിൽഡ്, അതായത് കൺഫ്യൂസ്ഡ് ആക്കുകയാണ് അല്ലേ. ഓക്കെ, ഹെർ ക്ലാസ്മേറ്റ് കേറ്റ് കോൾസ് ഔട്ട് ടു ഹർ ബട്ട് മിസ്പ്രൊനൗൺസസ് ഹെർ നെയിം ആസ് മെനി അതേഴ്സ് ഹാവ്. ദിസ് റിമൈൻഡ്സ് കുഞ്ഞിച്ചിരുത ഓഫ് ഹൗ ഓഫൺ പീപ്പിൾ ക്വസ്റ്റ്യൻ her unusual name, which she proudly explained come from her great-grandmother, a school teacher at 18. അവളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കേറ്റ് പോലും അവളുടെ പേര് കറക്റ്റായിട്ടല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ പലരും പിന്നീട് അവൾ പ്രൗഡ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ അവൾക്ക് ആ പേര് വന്നത്. 18 വയസ്സിൽ സ്കൂൾ ടീച്ചറായിട്ടുള്ള അവളുടെ ഗ്രാൻഡ്മയുടെ പേരാണ് അവൾക്കിട്ടതെന്ന്. Later, a new student from France named Antoinette joined Kunyichiruda's class. The two girls quickly become friends. Kunyichiruda is amused to see others struggle with Antoinette's name just as they do with hers. Both the girls make effort to pronounce each other's names correctly and succeed building a bond through shared experiences. എന്താണ് ഇവിടെ പറയുന്നത്? ലേറ്റർ അവളുടെ ക്ലാസ്സിലല്ലേ അവളുടെ പേരിനെ പോലെ സാമ്യമുള്ള ഡിഫിക്കൽട്ടായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റുഡൻ്റ്, അതായത് ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ള ആൻ്റൊനേറ്റ് എന്ന പേരുള്ള അവർ ഭയങ്കര ഫ്രണ്ട്സായിട്ടുണ്ടല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു പേരിൻ്റെ ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ അവരെങ്ങനെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ അവരിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. When Antoinette visits Kunyichiruda's house, Kunyichiruda finds that her mother also struggled with the Antoinette name, prompting her to teach her mother how to say it, reversing the usual parent-child rule. ഇവിടെ എന്താ ഡിയേഴ്സ് പറയുന്നത്? ആൻ്റൊനേറ്റ് കുഞ്ഞിച്ചിരുതൻ്റെ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലേ കുഞ്ഞിച്ചിരുതൻ്റെ മദറിന് പോലും ആൻ്റൊനേറ്റിൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഒരു നിമിഷം നമ്മുടെ കുഞ്ഞിച്ചിരുതൊക്കെ അവളുടെ മദറിൻ്റെ ലാംഗ്വേജ് ടീച്ചർ ആയിട്ട് വരെ ഉണ്ട് അവളല്ലേ. The story highlights theme of cultural identity, adaptation, empathy, and the importance of names in preserving heritage and building human connection.